ഹായ് ഫ്രണ്ട്സ്, കുഞ്ഞുവാവാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെമ്മീൻ തേങ്ങ അരച്ച് വെക്കുന്ന കറിയുമായിട്ടാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ ഈ കറി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. ഈ കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം 2 തക്കാളി, ഒരു പച്ചമുളക്, ഒരു മൺചട്ടി എടുത്ത് വെച്ച് അതിലേക്ക് പുളിവെള്ളം ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് അതിലേക്കുള്ള മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, അതിലേക്ക് ആവശ്യമായ ഉപ്പ് എല്ലാം ഇട്ട് നമുക്ക് ഈ കറി ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കണം. ഒരു തവി കൊണ്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. കറി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലെ പച്ചമുളകും തക്കാളിയും നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി വരണം. എന്നിട്ട് വേണം നമുക്കിതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാൻ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. വലിയ ജീരകം, അതുപോലെ ചീരുള്ളി, വെളുത്തുള്ളി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, കറിവേപ്പില, ഇതെല്ലാം ഇട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കാം. ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് തേങ്ങ വറക്കുകയാണ്. കറി നല്ലവണ്ണം തിളച്ച് വന്ന് ഇതിലെ മസാലകളൊക്കെ പിടിച്ചിട്ടുണ്ട്. അതുപോലെ തക്കാളിയും പച്ചമുളകും ഒക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചെമ്മീനിട്ട് ചെമ്മീനൊന്ന് വേവിച്ചെടുക്കാം. കറി നല്ലവണ്ണം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ചെമ്മീനിട്ട് കൊടുക്കാം. കുറച്ച് ചെമ്മീൻ മാത്രം ഞങ്ങൾ ഇതിലേക്ക് ഇടുന്നുള്ളൂ. ബാക്കി ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാൻ മാറ്റി വെച്ചതാണ്. ഇനി നമുക്ക് മൂടി വെച്ച് ചെമ്മീൻ വേവിച്ചെടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി ഒന്ന് മൂടി വെക്കാം. നമ്മുടെ തേങ്ങ ഇവിടെ ഏകദേശമൊക്കെ വറവായി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത് അതൊന്ന് വറുത്തെടുക്കുക തേങ്ങയുടെ കൂടെ. ചെമ്മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. തേങ്ങയിൽ മല്ലിപ്പൊടി ഇട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ കറിക്ക് പ്രത്യേക ടേസ്റ്റാണ്. മല്ലിപ്പൊടി വറവായിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന്
അരച്ചെടുക്കാം. തേങ്ങ അരച്ചെടുക്കുകയാണ്. അരച്ചെടുത്ത തേങ്ങയാണിത്. നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ ചെമ്മീനൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ ഒഴിച്ചു കൊടുക്കുക. ഒരു തവി കൊണ്ട് നല്ലവണ്ണം ഇളക്കുക. എന്നിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ ഒന്നുകൂടി ഇട്ട് കൊടുക്കാം. കറി ഇപ്പോൾ തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി കറി നമുക്കൊന്ന് വറവിട്ടെടുക്കണം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. കറിയിലേക്ക് ആവശ്യമായ ഉലുവ ഇട്ട് അതൊന്ന് പൊട്ടിച്ചെടുക്കുക. ഉലുവ പൊട്ടിയതിന് ശേഷം ചീരുള്ളി അതുപോലെ കറിവേപ്പില ഇട്ട് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കുക. ഇനി വറുത്തെടുത്തതെല്ലാം നമുക്ക് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ചെമ്മീൻ തേങ്ങ അരച്ച് വെച്ച ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയായ ചെമ്മീൻ കറിയാണിത്. ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, സീ യു.